ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് കന്നി ജയം സമ്മാനിച്ച തൃശൂർ വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങളിൽ നിറയുകയാണ്. പൂരം അലങ്കോല വിവാദങ്ങളിലെ രാഷ്ട്രീയ ആരോപണങ്ങളുടെ ചൂടാറും മുൻപാണ് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉയരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തുടങ്ങിയ വിവാദങ്ങൾ തൃശൂരിൽ ഇനിയും അവസാനിക്കുന്നില്ല. വോട്ടർ പട്ടിക ക്രമക്കേടിലാണ് ഒടുവിലത്തെ വിവാദം. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് LDFും UDFും നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ചതോടെ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. പൂങ്കുന്നത്തെ 30-ാം നമ്പർ ബൂത്തിൽ തങ്ങളുടെ മേൽവിലാസത്തിൽ കള്ളവോട്ട് ചേർത്തെന്ന വിട്ടമ്മയുടെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഭരണത്തിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും എല്ലാ സംവിധാനവും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ മാനിപ്പുലേറ്റഡ് വിക്ടറി ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള വസ്തുത തന്നെയാണ്. ക്രമക്കേട് നടന്നു എന്നുള്ളതിൻ്റെ പ്രാഥമികമായ തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. അത് ഇന്ന് ആ വീട്ടമ്മ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിവാദത്തിൽ സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ടായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ വിമർശനം. BJP വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിരുന്നുവെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. അവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് 6 മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. പ്രധാനമായും BJP ചില ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചും ചില പ്രത്യേക പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചും വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിരുന്നു. എന്നാൽ ആരോപണങ്ങൾ BJP പൂർണ്ണമായും തള്ളുകയാണ്. ത്രികോണപ്പോരിൽ തൃശൂരിലെ മത്സരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. 74,000-ത്തിലധികം വോട്ടിനായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം. കള്ളവോട്ട് ആരോപണത്തിലും സുരേഷ് ഗോപി MP മൗനം തുടരുകയാണ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.